പ്രതാപ് അല്പനേരത്തെ മടിക്ക് ശേഷം സമ്മതിച്ചു. അവനെ അലങ്കരിച്ച് ഒരു കുതിരപ്പുറത്തിരുത്തി ആ സംഘം രാജകൊട്ടാരത്തിലേക്ക് യാത്രയായി. എന്നാൽ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ആ യുവാവായ പ്രതാപ് പെട്ടെന്ന് തന്റെ കുതിരയുടെ കടിഞ്ഞാൻ ശക്തിയായി വലിച്ച് അതിനെ എതിർദിശയിലേക്ക് തിരിച്ച് മറ്റൊരു അജ്ഞാതമായ ദിശയിലേക്ക് അതിവേഗം ഓടിച്ചുപോയി. എന്തോ ഓർത്തതുപോലെയോ അല്ലെങ്കിൽ മറ്റെവിടെയോ പോകാൻ ആഗ്രഹിക്കുന്നത് പോലെയോ രാജാവും അദ്ദേഹത്തിന്റെ പടയാളികളും ഇത് കണ്ട് അമ്പരന്നുപോയി. അവർ ഉടൻ തന്നെ തങ്ങളുടെ കുതിരകളെ ഓടിച്ച് അല്പസമയത്തെ ഓട്ടത്തിനും പരിശ്രമത്തിനും ശേഷം ആ യുവാവിനെ വീണ്ടും പിടികൂടി. രാജാവ് അവനോട് അതിന്റെ കാരണം ചോദിച്ചപ്പോൾ അവൻ വ്യക്തമായ ഉത്തരം നൽകിയില്ല. വെറുതെ ശൂന്യതയിലേക്ക് നോക്കി നിന്നു. ഇപ്പോൾ എല്ലാവരും വീണ്ടും ശ്രദ്ധയോടെ കൊട്ടാരത്തിലേക്ക് യാത്രയായി. അവർ ജാങ്കൺ നഗരത്തിലെ പ്രധാന കവാടത്തിനകത്തും രാജകൊട്ടാരത്തിനകത്തും എത്തിയപ്പോൾ കൊട്ടാരത്തിനു പുറത്ത് ആയിരക്കണക്കിന് ആളുകളുടെ ഒരു വലിയ ജനക്കൂട്ടത്തെ കണ്ടു. ആളുകൾ ആവേശത്തോടെ ഉറക്കെ മുദ്രാവാക്യം വിളിക്കുകയും ജാംസേൻ രാജാവിനെ അഭിനന്ദിക്കുകയും ചെയ്യുകയായിരുന്നു. ജാംസേൻ മഹാരാജാവിന് ജയം! ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ! ഈ അപ്രതീക്ഷിത കാഴ്ച കണ്ട് രാജാവും അദ്ദേഹത്തിന്റെ സഭാവാസികളും അത്യന്തം ആശ്ചര്യഭരിതരായി. അവർ ജനക്കൂട്ടത്തിലെ ചില ആവേശഭരിതരായ ആളുകളോട് ചോദിച്ചു, എന്താണ് കാര്യം? എന്തിനാണ് ഇത്രയധികം സന്തോഷം? നിങ്ങൾ എന്തിനാണ് അഭിനന്ദിക്കുന്നത്? ആളുകൾ സന്തോഷത്തോടെ പറഞ്ഞു, മഹാരാജാവേ, ഇന്ന് രാവിലെ അങ്ങ് നായാട്ടിനായി കാട്ടിലേക്ക് പോയ അതേ വഴിയിൽ ഡ്രമിശം കാടിനു നടുവിൽ നമ്മുടെ അയൽക്കാരനും ശത്രുവുമായ രാജ്യത്തിന്റെ ഒരു വലിയ സൈന്യം പതിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവരുടെ ഉദ്ദേശം അങ്ങയെ ആക്രമിച്ച് തടവിലാക്കുകയോ വധിക്കുകയോ ചെയ്യുക എന്നതായിരുന്നു. അങ്ങനെ സുരക്ഷിതനായി മടങ്ങി വരില്ലെന്നും രാജ്യത്തിന് വലിയ ആപത്ത് വരുമെന്നും ഞങ്ങൾ കരുതി. എന്നാൽ അങ്ങ് അവസാന നിമിഷം പെട്ടെന്ന് മടങ്ങി വരാനുള്ള വഴിമാറ്റിയ വിവേകപൂർണമായ മാറ്റമാണ് അങ്ങയെയും ഞങ്ങൾ എല്ലാവരെയും ഈ ഭയാനകമായ പ്രതിസന്ധിയിൽ നിന്ന് സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങ് തീർച്ചയായും ഭാഗ്യവാനും ദീർഘദർശിനിയുമാണ് മഹാരാജാവേ. ഇത് കേട്ട് ജാംസൺ രാജാവിന്റെയും കൂടെയുണ്ടായിരുന്ന സഭാവാസികളുടെയും കണ്ണുകളിൽ അത്ഭുതവും പിന്നീട് ആശങ്കയും ആശ്വാസവും വ്യക്തമായി കാണാനായി. ഇത്രയും വലിയൊരു ആപത്തിൽ നിന്നും തന്നെ രക്ഷിച്ച അദൃശ്യ ശക്തിയായ ഈശ്വരന് രാജാവ് മനസ്സിൽ നന്ദി പറഞ്ഞു. അപ്പോൾ ജനക്കൂട്ടം വീണ്ടും സന്തോഷത്തോടെ പറഞ്ഞു, ജയ് വിളിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് വളരെ ബുദ്ധിമാനും സമർത്ഥനുമാണെന്ന് തെളിയിച്ചു. അങ്ങ് സമയത്ത് പ്രധാന വഴി മാറിയിരുന്നില്ലെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മുടെ രാജ്യത്തിന് ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനമാകുമായിരുന്നു. രാജാവിന്റെ ദൃഷ്ടി ഒരിക്കൽ കൂടി ശാന്തനായി നിർവികാരനായി നിൽക്കുന്ന ആ യുവാവായ പ്രതാപിന്റെ മേൽ പതിഞ്ഞു. അവന്റെ മുഖത്തെ അത്ഭുതകരമായ ലാളിത്യവും കണ്ണുകളിലെ നിഗൂഢമായ ആഴവും ചുണ്ടുകളിൽ തങ്ങി നിന്ന നേർത്ത പുഞ്ചിരിയും രാജാവിന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. രാജാവ് ചിന്തിക്കാൻ തുടങ്ങി, ഇതൊരു സാധാരണ വ്യക്തിയാകാൻ കഴിയില്ല. ഇവൻ കാരണമാണ് ഞാൻ അറിയാതെ ആണെങ്കിലും എന്റെ വഴി മാറ്റിയതും എന്റെ ജീവൻ രക്ഷപ്പെട്ടതും. ഇവൻ തീർച്ചയായും ഈശ്വരൻ അയച്ച ഒരു ദൂതനാണ്. കൊട്ടാരത്തിലെത്തിയ ശേഷം രാജാവ് നിറഞ്ഞ സദസ്സിൽ ആജ്ഞാപിച്ചു, ഈ യുവാവിന് എന്റെ സിംഹാസനത്തിന് തൊട്ടരികിൽ ഒരു പ്രത്യേക രാജകീയ ഇരിപ്പിടം തയ്യാറാക്കുക. ഇന്നു മുതൽ ഇവൻ എന്റെ കൂടെ ഈ സദസ്സിലിരിക്കുകയും രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഉപദേശം നൽകുകയും ചെയ്യും. ഇത് കേട്ട് വർഷങ്ങളായി രാജാവിനെ സേവിച്ചിരുന്ന പഴയതോ പരിചയസമ്പന്നനോ ആയ സഭാവാസികൾ പരിഭ്രാന്തരായി. അവരുടെ മുഖത്ത് അസൂയയുടെ രേഖകൾ തെളിഞ്ഞു. കാരണം ഭ്രാന്തനെ പോലെ തോന്നിക്കുന്ന കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച ആ വ്യക്തിയെക്കുറിച്ച് അവർക്ക് ഇതിനകം തന്നെ അസ്വസ്ഥതയും സംശയവും ഉണ്ടായിരുന്നു. അവരുടൻ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, ഇതെന്ത് അനീതിയാണ് അങ്ങ് ചെയ്യുന്നത്? ഇവൻ ഭ്രാന്തനാണ്, മനോരോഗിയാണ്. ഇവൻ ദേഷ്യത്തിൽ അങ്ങയെയോ രാജ്യത്തെയോ ഉപദ്രവിച്ചാലോ? അങ്ങയുടെ കൂടെ തലമുറകളായി രാജകുടുംബത്തെ സേവിച്ചു വരുന്ന ഞങ്ങളെപ്പോലുള്ള പരിചയസമ്പന്നരും വിശ്വസ്തരും ബുദ്ധിമാന്മാരുമായ ആളുകളാണ് വേണ്ടത്. എന്നാൽ ജാംസൻ രാജാവ് അവരുടെ എതിർപ്പുകളും വാക്കുകളും പൂർണ്ണമായും അവഗണിച്ച് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റ്. ഈ വ്യക്തി നിങ്ങൾ എല്ലാവരെക്കാളും ബുദ്ധിമാനും സത്യസന്ധനും നിഷ്കളങ്കനുമാണ്. നോക്കൂ, ഒരു വാക്കുപോലും പറയാതെ അറിയാതെ ആണെങ്കിലും ഇവൻ നമ്മളെയും ഈ രാജ്യം മുഴുവനും ശത്രുവിന്റെ മാരകമായ ഗൂഢാലോചനയിൽ നിന്നും രക്ഷിച്ചു. ഇതാണ് യഥാർത്ഥ വിവേകവും ദീർഘവീക്ഷണവും. അത് വാക്കുകളെ ആശ്രയിക്കുന്നില്ല. രാജാവിന്റെ വാക്കുകളും തന്നോടുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസവും കണ്ട് ആ യുവാവായ പ്രതാപ് ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തോടെയും അനായാസതയോടെയും രാജാവിന്റെ ഗംഭീരമായ സിംഹാസനത്തിനരികിൽ തനിക്കായി വെച്ച പുതിയ രാജകീയ കസേരയിൽ ചെന്നിരുന്നു. അവൻ ആ സ്ഥാനത്തിനു വേണ്ടി ജനിച്ചവനെ പോലെ തോന്നി. എന്നാൽ ഈ അത്ഭുതപൂർണമായ കാഴ്ച
സദസ്സിലുണ്ടായിരുന്ന ആ പഴയ അഹങ്കാരികളായ സഭാവാസികളെ വല്ലാതെ വേദനിപ്പിച്ചു. തലമുറകളായി തങ്ങളും തങ്ങളുടെ പൂർവികരും രാജകീയ കസേരയിൽ ഇരിക്കുന്നതിന്റെ മഹത്വം അനുഭവിച്ചു വന്ന അവർക്ക് ഒരു അപരിചിതൻ, അതും ഒറ്റനോട്ടത്തിൽ ഭ്രാന്തൻ എന്ന് തോന്നുന്ന ഒരുവൻ തങ്ങളുടെ ഒപ്പമോ തങ്ങളെക്കാൾ ഉയർന്ന സ്ഥാനത്തോ വന്നിരിക്കുന്നത് സഹിക്കാനാവാത്ത അപമാനമായിരുന്നു. അവരുടെ മനസ്സിൽ അസൂയയുടെയും കോപത്തിന്റെയും അഗ്നി ആളിക്കത്തി. അവരെല്ലാം ചേർന്ന് ആ അപരിചിതരായ പ്രതാപിനെതിരെ രഹസ്യമായി ഗൂഢാലോചന നടത്താൻ തുടങ്ങി. അവനെ രാജാവിന്റെ കണ്ണിൽ നിന്ന് താഴ്ക്കെട്ടി സദസ്സിൽ നിന്ന് പുറത്താക്കാൻ ഒരു ദിവസം രാവിലെ പ്രതാപ് തന്റെ മുറിയിലിരുന്ന് ശൂന്യതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില തന്ത്രശാലികളായ സഭാവാസികൾ രഹസ്യമായി അവന്റെ അരികിലെത്തി. അവർ വലിയ ആദരവും വിനയവും നടിച്ച് അവന്റെ മുന്നിൽ കുനിഞ്ഞ് ഒരു സഭാവാസി പറഞ്ഞു, ജ്യേഷ്ഠ, അങ്ങ് ദീർഘായുസ്സോടെയും യശസ്സോടെയും ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് രാജ്യത്തിന്റെ പുതിയ നക്ഷത്രമാണ്. അങ്ങയോടും രാജ്യത്തോടും ഒരുപോലെ ഗുണകരമായ, വളരെ പ്രധാനപ്പെട്ടതും രഹസ്യവുമായ ഒരു കാര്യം ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട്. അവർ തങ്ങളുടെ മധുരം പുരട്ടിയ വാക്കുകളാൽ പ്രതാപിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് ഇവിടെ പുതിയതായതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ആഴത്തിലുള്ള നിയമങ്ങളെക്കുറിച്ചോ സദസ്സിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യങ്ങളെക്കുറിച്ചോ അങ്ങേക്ക് ശരിയായ അറിവുണ്ടായിരിക്കില്ല. അങ്ങ് അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അങ്ങേക്കോ മഹാരാജാവിനോ എന്തെങ്കിലും അസൗഖ്യം ഉണ്ടാവുകയോ അങ്ങേക്ക് ഏതെങ്കിലും കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയോ ചെയ്യരുതെന്ന് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ട് സ്വഭാവത്താൽ വളരെ നിഷ്കളങ്കനും നേരെ വാ നേരെ പോ സ്വഭാവക്കാരനായിരുന്ന പ്രതാപ് ഞെട്ടിപ്പോയി. നിഷ്കളങ്കമായി ചോദിക്കാൻ തുടങ്ങി, ശിക്ഷയോ? എന്ത് ശിക്ഷ? പക്ഷേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ കാട്ടിൽ തന്നെ സുഖമായി ഇരിക്കുമായിരുന്നു. എന്റെ കാരണം കൊണ്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ ഏതെങ്കിലും നിയമം ലംഘിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി എന്നെ തിരിച്ച് അതേ കാട്ടിൽ കൊണ്ടുപോയി വിടൂ. എനിക്ക് ഈ രാജകീയ ആഡംബരങ്ങൾ വേണ്ട. അവന്റെ നേരായ നിഷ്കളങ്കമായ സംസാരം കേട്ടയുടനെ സഭാവാസികളുടെ മുഖത്ത് ഒരു കുടിലമായ വിജയഭാവത്തിലുള്ള പുഞ്ചിരി വിടർന്നു. തങ്ങളുടെ തന്ത്രം ഫലിക്കുന്നുണ്ടെന്നും ഈ വിഡ്ഢി തങ്ങളുടെ വലയിൽ വീഴുന്നുണ്ടെന്നും അവർക്ക് തോന്നി. ജാംസിൻ രാജാവിന്റെ സാന്നിധ്യത്തിൽ ഈ ഭ്രാന്തനെ നിർബന്ധിച്ചോ അപമാനിച്ചോ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ലെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. കാരണം രാജാവ് അവനെ അമിതമായി വിശ്വസിക്കാൻ തുടങ്ങിയിരുന്നു. അതിനാൽ ഇപ്പോൾ അവർ അവനെ തന്ത്രപൂർവ്വം പ്രലോഭിപ്പിച്ച് രാജാവിന് സ്വയം ദേഷ്യം വരുന്നതും അവനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുന്നതുമായ എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. അവരിൽ ഏറ്റവും തന്ത്രശാലിയും പരിചയസമ്പന്നനുമായ ഒരു സഭാവാസി മുന്നോട്ട് വന്നു പറഞ്ഞു, അയ്യോ ഇല്ല ജ്യേഷ്ഠ, ഞങ്ങളുടെ ചെറിയൊരു ഉപദേശം അങ്ങ് സ്വീകരിച്ചാൽ അങ്ങേക്ക് എത്ര വലിയ നേട്ടം ഉണ്ടാകുമെന്ന് ഒരു പക്ഷേ അങ്ങേക്ക് അറിയില്ലായിരിക്കും. അങ്ങ് ഒറ്റ രാത്രി കൊണ്ട് ഇതിലും വലിയ പ്രധാനപ്പെട്ട വ്യക്തിയായി മാറും. ശിക്ഷ എന്ന വാക്ക് കേട്ട് അല്പം ഭയന്നിരുന്ന പ്രതാപ് ഇപ്പോൾ നേട്ടം എന്ന വാക്ക് കേട്ട് അല്പം ആകാംക്ഷയോടെയും പരിഭ്രമത്തോടെയും പറഞ്ഞു, ശരി, നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാനത് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. സുവർണാവസരം മുതലെടുത്ത് ഒരു കാലത്ത് രാജാവിന്റെ ഏറ്റവും വിശ്വസ്തനായ ഉപദേശകനായി കണക്കാക്കപ്പെട്ടിരുന്ന പ്രതാപിന്റെ വരവോടെ തന്റെ സ്ഥാനം അപകടത്തിലാണെന്ന് കണ്ട മറ്റൊരു സഭാവാസി മുന്നോട്ട് വന്ന് വളരെ തന്ത്രപരമായും ഗൗരവം അഭിനയിച്ചുകൊണ്ടും പറഞ്ഞു, നോക്കൂ, മഹാരാജാവിന്റെ സദസ്സിൽ വളരെ പഴയതും രഹസ്യവുമായ ഒരു പാരമ്പര്യമുണ്ട്. അത് ഞങ്ങളെപ്പോലെ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ.